കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമായ കാഞ്ഞങ്ങാട് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ സംഗീതവും നൃത്തവും സാംസ്കാരിക പരിപാടികളും കാണാൻ പറ്റുന്നത് കാഞ്ഞങ്ങാട് നഗരത്തിലാണ്. അതുപോലെ ബിസിനസ് മേഖലയിലും വമ്പിച്ച ഉണർവും വളർച്ചയും അടുത്ത കാലത്തായി കാഞ്ഞങ്ങാട് നഗരത്തിന് ഉണ്ടായിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നഗരത്തിൻ്റെ ഫോട്ടോകൾ എടുക്കാൻ വേണ്ടി മലബാർ മാഗസിൻ അതിരാവിലെ 6 മണിക്ക് എത്തിയപ്പോൾ ബസ് സ്റ്റാൻഡിനടുത്ത് ഉടുപ്പി ശ്രീകൃഷ്ണ ഭവൻ റെസ്റ്റോറൻറ്റ് തുറന്നു കഴിഞ്ഞിരുന്നു. ഗോളിബാജിയും സേമിയ അടയും ബിസ്ക്കറ്റ് റൊട്ടിയും സീറയും മറ്റ് മംഗലാപുരം വിഭവങ്ങളും ഇവിടെ ലഭിക്കും. ഉടുപ്പി ശൈലിയിലുള്ള ഇഡ്ഡലി, വട, ദോശ എന്നിവ കഴിക്കാനാണ് കൂടുതൽ ആളുകൾ ശ്രീകൃഷ്ണ ഭവൻ റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേരുന്നത്. ഉച്ചയ്ക്ക് 120 രൂപയ്ക്ക് വെജിറ്റേറിയൻ താലി മീൽസ് നൽകുന്നു. അതുപോലെ മറ്റനേകം മികച്ച റെസ്റ്റോറൻറ്റുകളും കാഞ്ഞങ്ങാട്ട് കാണുവാൻ പറ്റി. ബസ് സ്റ്റാൻഡിനടുത്ത ഷാലിമാർ റെസ്റ്റോറൻറ്റും ഹോസ്ദുർഗിലെ വസന്തഭവൻ ഹോട്ടലും ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഫുഡ് ലോഞ്ചും കണ്ണൂർ റോഡിലെ അൽബൈക്ക് റെസ്റ്റോറൻറ്റും അതുപോലെ കണ്ണൂർ റോഡിൽ തന്നെ സംസം ഫാമിലി റെസ്റ്റോറൻറ്റും പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാഞ്ഞങ്ങാട്ടുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് പെരിയയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ നവോദയ സ്കൂളും പെരിയയിൽ തന്നെയാണ്. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനം. അതുപോലെ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ ഹോസ്ദുർഗിലാണ്. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടച്ചേരിയിലാണ്. 75 വർഷം പഴക്കമുണ്ട്. 4000-ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. SRMG ഹയർ സെക്കൻഡറി സ്കൂൾ മാവുങ്കാലിലാണ്. അതുപോലെ ഓർഫനേജ് ITI റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഇവിടെയുണ്ട്. വീണ്ടും അനേകം റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഫേവ് കഫേ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ്. സിറ്റി ബേക്സും ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ്. ഓറിഗേവ് റെസ്റ്റോറൻറ്റ് മാവുകാൽ റോഡിലാണ്. പാർഷെ കഫേ കാസർഗോഡ് റോഡിലാണ്. ഫ്ലേവർ ഓഫ് ടുമാറോ എന്നാണ് ഈ റെസ്റ്റോറൻറ്റ് പരസ്യം ചെയ്യുന്നത്. ഹണി സ്പെഷ്യൽ കേക്ക് അതിഞ്ഞാൽ എന്ന സ്ഥലത്താണ്. അൽ ഷാമി മന്തി റെസ്റ്റോറൻറ്റ് മൻസൂർ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. കാഞ്ഞങ്ങാട്ടിൽ നിന്ന് 6 കിലോമീറ്റർ കിഴക്കോട്ട് യാത്ര ചെയ്താൽ ആനന്ദാശ്രമത്തിൽ എത്തിച്ചേരാൻ പറ്റും. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് ആനന്ദാശ്രമം കാണുവാനാണ്. ഇവിടെ വരുന്ന എല്ലാ അതിഥികൾക്കും 3 നേരം ഭക്ഷണവും ആവശ്യമെങ്കിൽ താമസ സൗകര്യവും സൗജന്യമായി കൊടുക്കുന്നുണ്ട്. 100 വർഷം മുമ്പ് മുംബൈ സ്വദേശിയായ സ്വാമി രാംദാസാണ് ഈ ആശ്രമം പണിതത്. ആശ്രമത്തിന് സ്വന്തമായി ഗോശാലയും പർണശാലകളും കൃഷിത്തോട്ടങ്ങളുമുണ്ട്. പടർന്ന് പന്തലിച്ച വലിയ മരങ്ങൾക്കിടയിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ധ്യാനകേന്ദ്രമായി ആനന്ദാശ്രമം അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. സൗജന്യമായി കൊടുക്കുന്ന ഭക്ഷണത്തിൽ ചോറും ചപ്പാത്തിയും സാമ്പാറും കൂട്ടുകറിയും മോരും പായസവും പപ്പടവും സമൂസയും ഉൾപ്പെടുന്നു. ദൂരദിക്കുകളിൽ നിന്ന് വരുന്ന അതിഥികൾക്ക് വേണ്ടി ഒരു വീഡിയോ ഷോ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഈ ഷോ ലഭ്യമാണ്. 10 മിനിറ്റ് നീളമുള്ളതാണ് ആശ്രമത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഷോ. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അഖണ്ഡ നാമജപമുണ്ട്. ഇതാണ് ഈ ആശ്രമത്തിലെ പ്രധാന ആക്ടിവിറ്റി. അതുപോലെ രാവിലെ 5 മണിക്ക് വിഷ്ണു സഹസ്രനാമ ജപവും 8 മണിക്ക് ഭഗവത്ഗീത പാരായണവുമുണ്ട്. രാവിലെ 10:30 ഭജൻ സംഘടിപ്പിക്കുന്നു. വൈകുന്നേരം 6:15 പുസ്തക വായനയുമുണ്ട്. ധാരാളം വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമ്പസാണ് ആനന്ദാശ്രമത്തിനുള്ളത്. ചുവന്ന മന്ദാരവും നാഗലിംഗ മരവും സ്വർണ്ണച്ചെമ്പകവും അലങ്കാര കമുകും പവിഴമല്ലിയും ഇഴച്ചെമ്പകവും ഇവിടെയുണ്ട്. അതുപോലെ ഗുൽമോഹർ മരങ്ങളും കണിക്കൊന്നയും കപ്പ് സോസർ മരവും മഞ്ചാടിയും മുള്ളുവേങ്ങയും വല്ലഭമരവും ബോധിവൃക്ഷവും ഇവിടെ കാണാൻ പറ്റി. 90 വർഷം മുമ്പ് സ്വാമി രാംദാസാണ് ഈ ബോധിവൃക്ഷം നട്ടത്. ഗാന്ധിജി നിരാഹാരം അവസാനിപ്പിച്ച ദിവസമായിരുന്നു ഈ മരം നട്ടു വളർത്തിയത്. അതുപോലെ ഓറക്കേറിയ മരവും പൂമരുതും രുദ്രാക്ഷവും അത്തിയും കുറുനരി വാലൻ പനയും ഇവിടെയുണ്ട്.
പുതിയ പുതിയ റെസ്റ്റോറൻറ്റുകൾ ഓരോ ദിവസവും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നായിഫ് കോർണർ കഫേ കണ്ണൂർ റോഡിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സൂര്യ ചായക്കട പുതിയ കോട്ടയിലാണ്. മൈ ചായ് റെസ്റ്റോറൻറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്താണ്. കൽബ് നിറയെ കടികളെന്നാണ് അവർ പരസ്യം ചെയ്യുന്നത്. സിനിമാ മേഖലയിലും കാഞ്ഞങ്ങാട്ടുകാർക്ക് നല്ല പേരുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് സ്വദേശിയായ സെന്ന ഹെഡ്ഗെ സംവിധാനം ചെയ്ത തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയ്ക്ക് ഏറ്റവും നല്ല ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. കുന്നുമ്മൽ പ്രദേശത്തുള്ള ഹോട്ടൽ വത്സല രാവിലെ 6 മണിക്ക് തന്നെ തുറക്കുന്നു. നീർദോശയും ചട്നിയും മീൻകറിയും ഇവിടെ ലഭിക്കും. അതുപോലെ എമിറേറ്റ്സ് കഫേ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അടുത്താണ്. ഇന്ത്യൻ കോഫി ഹൗസും വലിയ ജനപ്രീതി നേടിയിട്ടുണ്ട്. ഫുഡ് ലോഞ്ച് റെസ്റ്റോറൻറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. കോഴിക്കോട് നിന്ന് 160 കിലോമീറ്റർ വടക്ക് മാറിയാണ് കാഞ്ഞങ്ങാടിൻ്റെ സ്ഥാനം. കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള റോഡിൻ്റെ ഒത്ത മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധിജീവികളുടെയും എഴുത്തുകാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും നാടായി കാഞ്ഞങ്ങാട് അറിയപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതലായി വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ CPI ആണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. 1,25,000-ഓളം ആളുകൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ താമസിക്കുന്നു. കൂടുതലായും ഗൾഫ് രാജ്യങ്ങളിലാണ് നഗരപ്രദേശത്തുള്ളവർ താമസിക്കുന്നത്. എങ്കിലും കിഴക്ക് ഭാഗത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ കൃഷിയും ധാരാളമുണ്ട്. കാഞ്ഞങ്ങാട്ടിൽ നിന്ന് 45 കിലോമീറ്റർ പാണത്തൂർ റോഡിൽ യാത്ര ചെയ്താൽ റാണിപുരം ടൂറിസ്റ്റ് സങ്കേതത്തിൽ എത്തിച്ചേരാൻ പറ്റും. സമുദ്രനിരപ്പിൽ നിന്ന് 1050 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റാണിപുരത്ത് ചെറിയ തണുപ്പുണ്ട്. അതുപോലെ ആനന്ദാശ്രമത്തിൻ്റെ പുറകിൽ മഞ്ഞാം പൊതിക്കുന്ന് ട്രക്കിംഗ് ആൻഡ് ഹൈക്കിംഗ് സ്റ്റേഷനായി അറിയപ്പെടുന്നു. ഇവിടെ ഒരു വീരമാരുതി ക്ഷേത്രവുമുണ്ട്. അതുപോലെ നഗരത്തിൽ നിത്യാനന്ദ ആശ്രം ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കിയതാണ്. ഇവിടെയുള്ള ഗുഹകൾ വലിയ പ്രശസ്തി നേടിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട്ടെ ബീച്ചുകൾ വളരെ പ്രശാന്ത സുന്ദരവും ടൂറിസ്റ്റ് ബാഹുല്യം ഇല്ലാത്തതുമാണ്. വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റികളും കാഞ്ഞങ്ങാട്ടെ ബീച്ചുകൾക്കുണ്ട്. എങ്കിലും ഇത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. കാഞ്ഞങ്ങാട്ടുകാർ ബീച്ചിനെ വടകര എന്നാണ് വിളിക്കുന്നത്. കാഞ്ഞങ്ങാട്ടിൽ നിന്നും 40 കിലോമീറ്റർ കിഴക്കോട്ട് പോയാൽ പാണത്തൂർ പട്ടണത്തിൽ എത്തിച്ചേരാൻ പറ്റും. കർണാടക അതിർത്തിയിലുള്ള മനോഹരമായൊരു മലയോര പട്ടണമാണ് പാണത്തൂർ. ഇവിടെ നിന്നും കർണാടകയിലെ സുള്ളിയ പട്ടണത്തിലേക്ക് 20 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ധാരാളം കശുവണ്ടിയും ഏലവും പുൽത്തൈലവും പാണത്തൂർ പട്ടണത്തിൽ കൃഷി ചെയ്യുന്നു. മനോഹരമായ പാണത്തൂർ പട്ടണം ഒരു ടൂറിസ്റ്റ് സങ്കേതമായി വികസിപ്പിക്കാൻ മാത്രം പ്രശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്. എങ്കിലും ഇക്കാര്യം ഇതുവരെ കേരള സർക്കാരിൻ്റെ പരിഗണനയിൽ വന്നിട്ടില്ല. കാഞ്ഞങ്ങാട്ട് പരപ്പയിൽ കരീം ഫോറസ്റ്റ് 32 ഏക്കർ വലിപ്പമുള്ള ഒരു കൃത്രിമ വനമാണ്. പണ്ട് ഇവിടെ ഒരു പാറപ്രദേശമായിരുന്നു. കരീം എന്ന ചെറുപ്പക്കാരൻ ഇവിടെ ഒരു വനം വെച്ച് പിടിപ്പിക്കുകയും അത് വൻപിച്ച വിജയമാവുകയും ചെയ്തു. ഇപ്പോൾ ധാരാളം മെഡിസിനൽ പ്ലാന്റ്സും വന്യമൃഗങ്ങളും ഈ വനത്തിനുള്ളിൽ കാണുവാൻ പറ്റുന്നുണ്ട്. കരീം ഫോറസ്റ്റ് പാർക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ കൃത്രിമ വനം ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിയിട്ടുമുണ്ട്. അതുപോലെ ഗുരുവനം ധ്യാനകേന്ദ്രം അരവിൽ പാലം എന്ന സ്ഥലത്താണ്. വളരെ സൈലൻ്റായ ഈ പ്രദേശം മെഡിറ്റേഷന് പറ്റിയ ഒരു കേന്ദ്രമായി അറിയപ്പെടുന്നു. സപ്പോട്ടയും സീതപ്പഴങ്ങളും ഇവിടെ വളർന്നു നിൽക്കുന്നുണ്ട്. 3 ക്ഷേത്രങ്ങളും ഈ കോമ്പൗണ്ടിൻ്റെ അകത്തുണ്ട്. ചെരുപ്പഴിച്ച് കാട്ടിൽ കൂടി നടക്കുവാൻ പറ്റിയ ഒരു ന്യൂ ജനറേഷൻ പാർക്കാണ് ഗുരുവനം. അതുപോലെ പാറപ്പള്ളി ജുമാ മസ്ജിദും പാറപ്പള്ളി ദർഗയും ധാരാളം തീർത്ഥാടകരെ ആകർഷിക്കുന്നു. കാഞ്ഞങ്ങാട്ടിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ കൊല്ലാകൊല്ലങ്ങളിൽ നടത്തുന്ന ഉറൂസ് വമ്പിച്ച വർണ്ണശബളമായ ഒരു ഫെസ്റ്റിവലാണ്. അതുപോലെ ബേക്കൽ കോട്ട 300 വർഷം പഴക്കമുള്ള ഒരു ഹിസ്റ്ററിക് റിലീക്കാണ്. ടൂറിസ്റ്റുകൾ ഇപ്പോൾ അടുത്ത കാലത്തായി കൂടുതലായി ബേക്കൽ കോട്ട കാണുവാൻ വരുന്നുണ്ട്. അതിനനുസരിച്ച് പരിഷ്കാരങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടുമുണ്ട്. അതുപോലെ മടിയൻ കുലോം ക്ഷേത്രം ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമാണ്. മെയ് മാസത്തിലും ജനുവരി മാസത്തിലും ഇവിടെ ഉത്സവം നടത്താറുണ്ട്. അതിനു പുറമെ മനോഹരമായ ക്രിസ്ത്യൻ പള്ളികളും കാഞ്ഞങ്ങാട് നഗരത്തിൽ കാണുവാൻ പറ്റുന്നുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി കാരിത്താസ് എന്ന പേരിൽ കന്യാസ്ത്രീകൾ ഒരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. മൗസി അവിൽ മിൽക്ക് കാഞ്ഞങ്ങാട്ടെ അറിയപ്പെടുന്ന ഒരു കൂൾബാറാണ്. അതുപോലെ ഐസ്ബർഗ് കൂൾബാറും കാസർഗോഡ് റോഡിൽ സ്ഥിതി ചെയ്യുന്നു. കെഞ്ചുക്കി ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ബ്രാഞ്ചും കാഞ്ഞങ്ങാട്ടുണ്ട്. മൻസൂർ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് KFC കാഞ്ഞങ്ങാട്.
ടൂറിസ്റ്റുകളും ബിസിനസ് സന്ദർശകരും ധാരാളമായി വരുന്നതുകൊണ്ട് അനേകം ലോഡ്ജുകളും കാഞ്ഞങ്ങാട്ട് കാണുവാൻ സാധിച്ചു. മലനാട് ടൂറിസ്റ്റ് ഹോം നോർത്ത് കോട്ടച്ചേരിയിലാണ്. 1600 രൂപ പ്രതിദിനം വാടക ഈടാക്കുന്നു. അതുപോലെ ന്യൂ റീഗൽ ടൂറിസ്റ്റ് ഹോം 400 രൂപ നിരക്കിൽ മുറികൾ കൊടുക്കുന്നു. ഹോട്ടൽ എമിറേറ്റ്സ് രാംനഗർ റോഡിലാണ്. 2200 രൂപ നിരക്കിൽ മുറികൾ കൊടുക്കുന്നു. അതുപോലെ രാജ് റെസിഡൻസി 2200 രൂപയ്ക്ക് തന്നെ മുറികൾ കൊടുക്കുന്നു.